ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ. ഇന്നലെ ഞാൻ അമ്മയെ വിളിച്ചപ്പോ അമ്മ പറയാ, എടാ ഞാൻ ഇന്നലെ രാവിലെ ജിമ്മിൽ പോയിട്ട് വരുമ്പോ അവിടുത്തെ ചായക്കടയിൽ ഒരു ചേട്ടൻ ചോദിക്കുക, എന്തിനാ ഈ വയസ്സാം കാലത്ത് ജിമ്മിലൊക്കെ പോകുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ആലോചിക്കുക, ഇതേ തന്നെ അമ്മ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും വന്ന് രാവിലെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരികയാണെങ്കിൽ ഇവരാരെങ്കിലും ചോദിച്ച് ചിരിക്കുവോ, എന്തിനാ നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ട്. നമ്മുടെ സമൂഹത്തിന്റെ 99% ആൾക്കാരുടെ കണ്ണുകളിലും ഹോസ്പിറ്റലിൽ പോകുന്നത് ഒരു സാധാരണ കാര്യമായിട്ടും ജിമ്മിൽ പോകുന്നത് ഒരു അസാധാരണ കാര്യമായിട്ടും കാണുന്നത്. അദ്ദേഹം പറയുന്നത് എത്രമാത്രം കറക്റ്റ് ആണെന്ന് നോക്കി. അദ്ദേഹത്തിന് പ്രായമുള്ള അമ്മ ജിമ്മിൽ പോയപ്പോൾ തൊട്ടടുത്തുള്ള ആളുകൾ കളിയാക്കുകയാണ്. ഇത് നോർമലായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഒരു 50 വയസ്സ് കഴിഞ്ഞൊരു വ്യക്തി ജിമ്മിൽ പോവുകയാണെങ്കിൽ അവർ ഉറപ്പായിട്ടും കളിയാക്കും. അവർ പറയുന്നത് നിനക്ക് വട്ടാണോ എന്ന് ചോദിക്കുക, ജിമ്മിൽ എന്താണ് പോകുന്നത്. അതേസമയത്ത് അവർക്ക് പ്രമേഹവും ഡയബറ്റീസും കൊളസ്ട്രോളും ഹാർട്ട് പ്രോബ്ലംസും ഉണ്ടായി കിടപ്പിലായാൽ അല്ലെങ്കിൽ മരിച്ചു പോയാൽ ഒരു കുറച്ചൊന്ന് വിഷമിക്കും. അതല്ലെങ്കിൽ ഒന്ന് അയ്യോ അങ്ങനെ സംഭവിച്ചു പോയെന്ന് പറയും. അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആരോഗ്യം കാത്തു സൂക്ഷിക്കുക. അതിനുവേണ്ടി ജിമ്മിൽ പോകാം, അല്ലെങ്കിൽ വ്യായാമം വീട്ടിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സമൂഹത്തിൽ സംഭവിക്കുന്നറിയോ? നോർമലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ആളുകൾക്ക് നോർമൽ. ഫോർ എക്സാമ്പിൾ, ഞാൻ കണ്ണാടി വെച്ചിട്ടുണ്ട്. അതിന് കാരണം എന്താ? ഈ കണ്ണട വെച്ചിരിക്കുന്നത് എന്തിനാണ്? കണ്ണട വെച്ചിരിക്കുന്നത് എനിക്ക് കണ്ണിന് കാഴ്ചശക്തി കുറവായതുകൊണ്ടാണ്, അല്ലേ? അതേ സമയത്ത് കേൾവി ശക്തി കുറവുള്ളൊരു വ്യക്തി ഒരു ചെറിയൊരു മെഷീൻ ചെവി കളിപ്പിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും കളിയാക്കും, അല്ലെങ്കിൽ അവന് കേൾവി ശക്തി ഇല്ലാത്തവരാണെന്ന് പറയും. കണ്ണാടി വെക്കുന്നവർ നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി ഉള്ളത് കൊണ്ടാണ് അത് നോർമലായിട്ട് മാറിയത്. അതുപോലെയാണ് ഏതൊരു കാര്യവും. ജിമ്മിൽ പോകുന്ന ആളുകൾ 50 വയസ്സിന് താഴെയുള്ളവർ കൂടുതലും, മുകളിലോട്ടുള്ളവർ കുറവായതുകൊണ്ടാണ് ആളുകൾ കളിയാക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രായമുള്ളവർ വ്യായാമം ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. പ്രായം കൂടുന്നത് നോർമലാണ്, നമുക്ക് തടുക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷെ പ്രായം കൂടുന്ന സമയത്ത് നമ്മുടെ ചലനം നിയന്ത്രിക്കുന്ന, അല്ലെ ചലനം കുറയുന്നത്, അതൊരു നമ്മുടെ പ്രശ്നം തന്നെയാണ്. നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പ്രായമായി, ഇനി വ്യായാമത്തിൻ്റെ കാര്യമില്ല, അങ്ങനെ അങ്ങ് പോട്ടെ, വരുന്നത് പോലെ വരട്ടെ. ഇതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു ചിന്ത. നമ്മുടെ സമൂഹത്തിൽ തന്നെ 70 വയസ്സും 65 വയസ്സുള്ള നോർമലായിട്ട് നടക്കുന്ന ധാരാളം ആളുകളുണ്ട്. എക്സസൈസ് എന്ന് പറയുന്നത് ഏത് സമയത്തും ചെയ്യേണ്ടതാണ്. പ്രായമുള്ളപ്പോൾ കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. കാരണം ഓൾഡ് ഏജിൽ ശരീരത്തിന് എന്താണ് സംഭവിക്കുന്നത് അറിയൂ? നമുക്കൊരു 40 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഓരോ വർഷവും നമ്മുടെ മസിൽ ലോസ് ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മസിലിൻ്റെ ആ ഒരു ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മസിലിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എല്ലിൻ്റെ ബലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ബാലൻസ് കുറയും, മെമ്മറി കുറയും, ഷുഗർ, BP, കൊളസ്ട്രോൾ പോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്, വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ മാനസികമായിട്ടുള്ള ഡിപ്രഷനൊക്കെ കൂടാനുള്ള സാധ്യത ഈ പ്രായമാകുമ്പോൾ കൂടുതലാണ്. വ്യായാമം ഇല്ലെങ്കിൽ ഈ പറഞ്ഞതെല്ലാം ഉണ്ടാവും. പക്ഷെ അതെല്ലാം റിവേഴ്സ് ചെയ്യാൻ വ്യായാമത്തിന് പറ്റും. ഇപ്പോൾ മസിൽ ലോസ് എന്ന് പറഞ്ഞാൽ ഒരു സൈലന്റ് കില്ലറാണ്. നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യമാണ്. 40 വയസ്സ് കഴിയുമ്പം ഓരോ വർഷവും 1% മസിൽ ലോസ് ഉണ്ടാവുന്നുണ്ട്. ഇത് നിങ്ങൾ സമ്മതിച്ചേ പറ്റുള്ളൂ, ശാസ്ത്രീയമായി തെളിയിച്ചാണ്. 70 വയസ്സ് അല്ലെങ്കിൽ 80 വയസ്സാകുമ്പോൾ നടക്കാൻ പോലും ബുദ്ധിമുട്ട്, ഇരുന്നിട്ട് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥ. ഇത് മാറ്റണമെങ്കിൽ നിങ്ങൾ എക്സസൈസ് ചെയ്തു തുടങ്ങണം. ചെയർ എക്സസൈസ് ചെയ്യാം, റെസിസ്റ്റന്റ് ബാൻഡ് കൊണ്ടുള്ള എക്സസൈസ് ഉണ്ട്. ഞാൻ കുറേ വീഡിയോസ് അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. വാക്കിംഗ് തന്നെ, നടക്കുന്ന ഒരു കോൺഫിഡൻസ് ആവാനും, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും, മറ്റുള്ളവരെ ആശ്രയിക്കാതെ കാര്യങ്ങൾ ചെയ്യാനും, നമ്മളെ കിടപ്പിലാകാതിരിക്കാനും വ്യായാമം വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഒരു ദിവസം 10 മിനിറ്റൊക്കെ വെച്ച് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുപോലെ നമ്മുടെ എല്ലിന് ശക്തി വരും. നമ്മുടെ മസിലാകുമ്പം, പ്രായമാകുമ്പം, നമ്മുടെ മസിൽ ലോസ് വരുമ്പം പെട്ടെന്ന് എല്ലൊടിയാനുള്ള സാധ്യത. ഇന്നലെ ഒരു 80 വയസ്സുള്ളൊരു ആൾ ചെറുതായിട്ടൊന്ന് വീണാണ് ഈ കയ്യിലെ 2 എല്ലൊടിഞ്ഞു. കാരണം എന്താണ്? എല്ലിനും ബലമില്ല, മസിൽസിനും ശക്തിയില്ല, കാൽഷ്യം പ്രോപ്പറായിട്ട് അബ്സോർവ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മസിൽസ് സ്ട്രെങ്തൻ ആക്കിയേ പറ്റുള്ളൂ. കാരണം നോർമലായിട്ട് നടക്കുന്ന കാര്യത്തിൽ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം മസിൽ മാത്രമാണ്. മസിൽ സ്ട്രെങ്തൻ ആക്കിയാൽ നമുക്ക് ബാലൻസ് ഇമ്പ്രൂവ് ആവും. മസിൽ ശക്തിയായി കഴിഞ്ഞാൽ നമ്മുടെ എല്ല് ബലമുണ്ടാവും. വീഴ്ച ഉണ്ടായാലും എന്തായാലും എല്ല് പൊട്ടില്ല. വീഴ്ച ഉണ്ടാവുന്നതും പ്രിവെൻറ്റ് ചെയ്യും. കാരണം നമ്മൾ ഒരു ഫ്രാക്ചറൊക്കെ ഉണ്ടായാൽ, പ്രായമുള്ള സമയത്ത് ഫ്രാക്ചറൊക്കെ ഉണ്ടായാൽ കിടന്നു പോകും. ആ കിടപ്പ് മതി ചിലപ്പോൾ മരണം സംഭവിക്കാൻ. കിടന്നുപോയാൽ ഒത്തിരി നാൾ ബുദ്ധിമുട്ടും, നമുക്ക് ബാത്റൂമിൽ പോലും പറ്റാത്ത അവസ്ഥയിൽ വരും. നമ്മുടെ ഈ മസിൽ ബിൽഡ് ചെയ്താൽ തന്നെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യും. ഒന്നും ആലോചിക്കുക, മമ്മൂട്ടി, അതുപോലെ നമ്മുടെ നരേന്ദ്രമോദി, നമ്മുടെ പ്രൈം മിനിസ്റ്റർ എല്ലാം നല്ല പ്രായമുണ്ട്, പക്ഷെ അവർ വ്യായാമം കൃത്യമായി ചെയ്യുന്നുണ്ട്. ഹൃദയത്തിനെ അത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രായമായവർക്ക് ഹാർട്ട് സ്ട്രോങ്ങർ ആയിരിക്കും. നമ്മുടെ രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാൻ പറ്റും, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും, ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് കുറയ്ക്കാനായിട്ട് പറ്റും, സ്ട്രോക്കിൻ്റെ റിസ്ക് കുറയ്ക്കാൻ പറ്റും. എന്തുമാത്രം ഗുണമാണെന്ന് നോക്കി. അപ്പം വ്യായാമമാണ് ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു ഹാർട്ട് മെഡിസിൻ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ അസുഖവും തടയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് മാത്രമല്ല, നമുക്ക് മെമ്മറി പവർ കൂടും, നമ്മുടെ ഓർമ്മശക്തി കൂടും. കാരണം ബ്രെയിനിലോട്ട് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് എത്തുകയാണ്, പുതിയ പുതിയ കണക്ഷൻസ് ഉണ്ടാവും ബ്രെയിനിൻ്റെ അകത്ത്, കുറച്ചുകൂടെ ഓർമ്മശക്തി ഷാർപ്പാവും. അൽഷീമേഴ്സ് എന്നുള്ള അസുഖമല്ലേ, അത് ഉണ്ടാകാനുള്ള സാധ്യത കുറയും. ഡിപ്രഷൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് വ്യായാമം. സെറട്ടോണിൻ എന്നുള്ള ഹോർമോൺ ഉണ്ടാവും.
കാരണം ഡിപ്രഷനൊക്കെ വളരെ കോമൺ ആണ് ഓൾഡ് ഏജ് ആകുമ്പോൾ. കാരണം വേറെ ആരും നോക്കാനില്ല എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. അത് മാറണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സസൈസ് ചെയ്താൽ മതി. ഫിയർ ഓഫ് ഡെത്ത് മാറും, യൂസ്ലെസ് ആണെന്നുള്ളൊരു ഫീലിംഗ് മാറും. ഇതെല്ലാം കോമൺ ആയിട്ട് പ്രായമുള്ള ആളുകളിൽ ഉണ്ടാകുന്നതാണ്. ഞാൻ സ്ഥിരമായിട്ട് ഈ വൃദ്ധസദനങ്ങളിൽ പോകുന്ന ആളാണ്. ഞാൻ അവിടെ പോയി ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് കുറേ നാളായിട്ട് കേരളത്തിലുള്ള സമയത്ത്. ഉറക്കം ശരിയാവും, അതുപോലെ നമുക്ക് മനസ്സിന് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. അപ്പം എൻഡോർഫിനും സെറട്ടോണിൻ ഹോർമോണൊക്കെ ഉണ്ടാകാൻ വേണ്ടി ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ജിമ്മിൽ പോയി ഹെവി ലിഫ്റ്റിംഗ് അല്ല വേണ്ടത്, ചെയ്താലും നല്ല കാര്യം. മാരത്തോൺ ഓടാനല്ല പറയുന്നത്. നിങ്ങൾക്ക് കുറച്ച് എക്സസൈസ്, ഒരു 20 മിനിറ്റ് നല്ല സ്പീഡിൽ നടക്കാനായിട്ട് നോക്കുക. ചെയർ എക്സസൈസ് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. നടത്തം മാത്രമല്ല വ്യായാമമല്ല എന്നുള്ളത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ക്ലിയർ ആയിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. റെസിസ്റ്റന്റ് ബാൻഡ് എക്സസൈസ് ഞാൻ അതിനും കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ കൺസിസ്റ്റൻസി ആണ് കീ. ഒരു ദിവസം 2 ദിവസം കൊണ്ടല്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ആഴ്ചയിൽ 5 ദിവസം ചെയ്താൽ മതി. 30 മിനിറ്റ് വെച്ചാണ് ചെയ്യേണ്ടത്. ഇനി 30 മിനിറ്റ് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ 10 മിനിറ്റ് വെച്ച് രാവിലെ ഉച്ചയ്ക്ക് രാത്രിയിലെ പറ്റുന്ന സമയത്ത് ചെയ്യുക. ഒരു ചെറിയ മൂവ്മെന്റ് മതി, ഒരു മൂവ്മെന്റ് ഇല്ലാത്തതിനെക്കാട്ടും ബെറ്ററാണ്. അത്രമാത്രം ശരീരത്തിന് ബെനിഫിറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ എന്നെക്കാട്ടും മുതിർന്നവർ ഉറപ്പായിട്ടും വ്യായാമം ചെയ്തിരിക്കുക. നിങ്ങൾ മക്കളാണത് കേൾക്കുന്നതെങ്കിൽ നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ നിങ്ങൾക്ക് അസുഖം അച്ഛനോ അമ്മയ്ക്കും വരണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയുക, ജിമ്മിൽ പോവുക അല്ലെങ്കിൽ വ്യായാമം ചെയ്യാനായിട്ട് നോക്കുക. ചെറിയ രീതിയിൽ ചെയ്യാവൂ. വലിയ ശക്തമായ വെയിറ്റ് എടുക്കാനോ ഒരു 70 കിലോ 50 കിലോ പൊക്കാനല്ല നോക്കേണ്ടത്. എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്പാൻ കൂട്ടാൻ വേണ്ടിയല്ല, നമ്മൾ ജീവിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ജീവിക്കാനും സ്ട്രോങ്ങർ ആയിട്ടും ഒരു അസുഖങ്ങളില്ലാതെ ജീവിക്കാൻ, അതല്ലേ നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് വേണ്ടത് അസുഖമില്ലാതെ ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നതാണ്. വയസ്സാകുന്നത് നമുക്ക് തടയാനായിട്ട് പറ്റില്ല. പക്ഷെ നമുക്കൊരു മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുകയോ അല്ലെങ്കിൽ എഴുന്നേക്കാൻ പോലും പറ്റാത്ത വളരെ വേദനിച്ചും അതുപോലെ ബുദ്ധിമുട്ടിയും ജീവിക്കുന്നത് വലിയ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബോഡി നമ്മളാണ് നോക്കേണ്ടത്. ഒത്തിരി പ്രായമായാൽ പിന്നെ അപ്പോൾ വ്യായാമം ചെയ്തിട്ടും കാര്യമില്ല. കുറേ വ്യായാമങ്ങൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നുണ്ട്, ഒത്തിരി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. വ്യായാമങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് ജീവിക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ വ്യായാമം ചെയ്യുന്നില്ല, എക്സസൈസ് ചെയ്യാതെ നിങ്ങളുടെ മസിൽസ് എല്ലാം വീക്ക് ആയിക്കൊണ്ടേ ഇരുന്നാൽ നിങ്ങൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടി വരും. കിടപ്പിലാവാൻ പോയ സാധ്യത ഉണ്ട്. ഒരു ചെറിയ അസുഖം വന്നാൽ മതി, ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ ധാരാളം പേഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ വ്യായാമം ചെയ്ത് ബെനിഫിറ്റ് കിട്ടുന്ന ഒത്തിരി ആളുകൾ. അതേസമയത്ത് വ്യായാമം ചെയ്യാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്തത്.